കപ്ലിംഗ് സ്റ്റേജ് പലപ്പോഴും ഇല്ലാണ്ടാവുന്നുണ്ട് പല ബന്ധങ്ങളിലും. വേറൊന്നല്ല, വിവാഹം കഴിഞ്ഞ ശേഷം രണ്ടുപേർ തമ്മിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഈ ഹണിമൂൺ എന്നൊക്കെ പറഞ്ഞ് അയക്കുന്നത് തന്നെ. കാരണം നമ്മുടെയൊക്കെ നാടുകളിൽ കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു 100 ലിസ്റ്റ് തരും ബന്ധുക്കളുടെ. എല്ലാ വീട്ടിലും പറയെടുപ്പിന് പോണ മാതിരി എല്ലായിടത്തും വിരുന്നിന് പോകണം, അല്ലെങ്കിലോ പരാതികളുമായി. എല്ലാവർക്കും ആഗ്രഹമുണ്ട് അവർക്ക് പ്രിയപ്പെട്ട ആളുകളെ വീട്ടിലേക്ക് വിളിക്കാനും അവരുടെ അടുത്ത് സംസാരിക്കാനും ഒക്കെ. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ അവൾക്ക് മനസ്സിലാകുന്നത് അവളുടെ ഹസ്ബൻഡിനെ തന്നെയാണ്. അയാളിലേക്ക് കൂടുതൽ അറിയാനും അവർ തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ടാകുന്ന ഒരു സ്റ്റേജാണ് ഈ ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ അവർക്ക് തമ്മിലുള്ള സമയം നമ്മൾ കുറച്ച് കൂടുതൽ കൊടുക്കണം എന്നാണ് പറയുക. കാരണം ആദ്യത്തെ ആ ഒരു സമയത്തുണ്ടാക്കുന്ന ആ ഒരു ബേസ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടി ഫ്രീഡും കാര്യങ്ങളുണ്ടെങ്കിലും പലപ്പോഴും ഇതൊന്നുമില്ലാത്ത ആൾക്കാരെ ഞാൻ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മിഥുന സിനിമയിൽ എല്ലാവരെയും കൂട്ടിയിട്ട് ടൂറിന് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ടീമടക്കം പോയിട്ട് പോകുന്നത്. അതിപ്പോഴും ഉണ്ട് കേട്ടോ. എൻ്റെ വീട്ടുകാരെ വിളിച്ചിട്ടില്ലെങ്കിൽ എന്താണ്, ശരിയാണ്, അത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ ആർക്കും പറ്റുന്നില്ല. വീട്ടുകാരൊക്കെ ആയിട്ട് ചേർന്നിട്ട് വേറൊരു സമയത്താവാം. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ഇവർ തമ്മിലാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈ ലെവലിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ ചേർന്ന് അവർക്ക് പരസ്പരം മനസ്സിലാക്കാനുള്ള ഈ ഒരു സ്റ്റേജാണ് ആദ്യത്തെ ഘട്ടങ്ങൾ. എത്ര കണ്ട് നിങ്ങൾ ഫോണിൽ കൂടെ സംസാരിച്ചാലും എന്തൊക്കെയായാലും സ്വന്തമാക്കി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരും. കാരണം ഇമ്പ്രസ് ചെയ്യാനുള്ള പല കാര്യങ്ങളും നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ കാണിച്ചിട്ടുണ്ടാവും. സത്യത്തിൽ എന്താണ് നമ്മൾ എന്ന് തിരിച്ചറിയുന്ന സമയമാണ് കല്യാണത്തിന് ശേഷമുള്ളത്. എത്ര ദിവസം നിങ്ങൾക്കത് മറച്ചു വയ്ക്കാൻ പറ്റും? യഥാർത്ഥത്തിൽ നിങ്ങൾ പുറത്തേക്ക് വരുന്നൊരു സമയം. അപ്പോൾ ഏറ്റവും സേഫ് നിങ്ങൾ രണ്ടുപേരും മാത്രമായൊരു നിമിഷങ്ങൾ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കണം.